ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കാണ്, സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ചെയ്യുമോ, ഒരുപാട് ഓർഡർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹോം ബേക്കേഴ്സാണ് കൂടുതലും ആവശ്യപ്പെട്ടതെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ ഈ ഒരു കേക്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ ക്രീമാണ് കേട്ടോ. ഈ ഒരു ക്രീമിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലെ അത് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കേക്ക് ഓവനില്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയാണ്, നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് ട്രേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചിൻ്റെ ട്രേ ആയാലും കുഴപ്പമില്ല. ഹൈറ്റൊക്കെ കിട്ടുന്നില്ല എന്ന് പ്രശ്നമുള്ളവരാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ ട്രേ എടുത്താലും മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, മിക്സിയിലും ചെയ്യാം. ഇതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. 4 മുട്ടയ്ക്ക് വരെ 3 മുട്ട ആയാലും മതി കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് ഫ്ലഫി ആവാത്തതുകൊണ്ട് ചിലപ്പോൾ ബാറ്റർ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 മുട്ട മാത്രം എടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഒരുപാട് കേക്കുകൾ നമ്മൾ മിക്സിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചിക്കൂസ് ഡൈൻ കാണുന്നവരൊക്കെ ഒന്ന് പഴയ വീഡിയോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കി അതിൻ്റെ ആ ഒരു പഫിനെസ് പോകണ്ട. അപ്പോൾ നമ്മുടെ കേക്ക് അത്രയും അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലത്തെ സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉപയോഗിക്കുന്ന ചട്ടുകയില്ലേ മരത്തിൻ്റെ, അതും എടുത്താലും മതി. ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഇടയ്ക്ക് കുടുങ്ങിയിട്ട് കേക്കിന് ഹോൾസ് വരാൻ സാധ്യതയുണ്ട്. പലരും ചിക്കൂസ് ഡൈൻ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ കേക്ക് ബാറ്റർ വെക്കുന്നതിൻ്റെ മുമ്പേ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, കൂടുതൽ ടൈം ഞാൻ ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഈ ഓവൻ സെറ്റപ്പിനെ കുറിച്ചും കേക്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോസ് ബേക്കിംഗ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തിരുന്നാലും മതി. അപ്പോൾ വേണമെങ്കിൽ സിമ്മിൽ ഇട്ട് വെച്ച് കൊടുക്കാം. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നടുഭാഗമൊന്നും കൂർത്ത് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ഏകദേശമൊക്കെ ഒരേ ലെവലിൽ തന്നെയാണ് പൊങ്ങിയിട്ടുള്ളത്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്ക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് സമയം ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഡിമോൾഡ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കേക്ക് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് മിക്സ് എടുക്കാം, അല്ലെങ്കിൽ പാലിനകത്ത് ബൂസ്റ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ആയാലും മതി. ഇനിയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ചെയ്യാൻ പോണത്. ക്രീം റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ അത് നല്ല മെൽറ്റായി നല്ലൊരു ഡാർക്ക് കളർ ആയി വരുന്നുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തീ വളരെ സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വിപ്പിംഗ് ക്രീം ചേർക്കണ്ട കേട്ടോ, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് കട്ടയാവും. ഇത് ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട കിട്ടും. അപ്പം നമ്മൾ സിമ്മിൽ വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം വിപ്പ് ചെയ്യുമ്പോഴും ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വിസ്ക് വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ക്രീം വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ക്രീം വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഒരു സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റണം. അതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഓവർ ബീറ്റ് ആയി പോവുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ കാരമൽ സോസ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പം നല്ല തിക്കായിട്ടുണ്ട് കുറച്ചുകൂടി. ഇനി ഇത് നമുക്കെടുത്ത് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നല്ലപോലെ തന്നെ തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ബ്രൂവിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, 2 രൂപയുടെ ഒക്കെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല, അതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ബൂസ്റ്റാണ്. ഇപ്പോൾ ബൂസ്റ്റും ഇതുപോലെ തന്നെ 5 രൂപയുടെ ഒക്കെ പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ വാങ്ങിച്ച് വെച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ആ ഒരു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് കേട്ടോ വരിക. ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പിയിൽ എത്തിയത്. ആദ്യം ഞാൻ കാരമൽ മാത്രം വെച്ച് നോക്കി, ബ്രൂ മാത്രം ഇട്ട് നോക്കി, ബ്രൂവും ബൂസ്റ്റും കൂടി ഇട്ട് നോക്കി, എല്ലാം ട്രൈ ചെയ്ത് അവസാനം എത്തിയ ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ക്രീം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഈ ഒരു കോമ്പിനേഷനിൽ ക്രീം. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ. നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ തന്നെ ചെയ്യാം. ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് അല്ലേ, അപ്പോൾ അതിൽ നട്ട്സും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 കപ്പ് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നട്ട്സ് മാത്രമായാലും മതി, ബദാം മാത്രമായാലും മതി, ഏതായാലും കുഴപ്പമില്ല. നമുക്കിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും കേട്ടോ. അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങ് മാറ്റിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലത് പൊടിഞ്ഞ് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും, ചിലത് പൊടിയാതെയൊക്കെ കിടക്കും. ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചീനച്ചട്ടിയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. അപ്പോൾ അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നട്ട്സ് മാത്രം ചേർത്ത് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. പക്ഷേ ഇതിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടുണ്ട്, ഉടനെ തന്നെ ഓഫാക്കാം. ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ തന്നെ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. അതിലേക്കൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. ഇത് കയ്യിലൊന്നും വീഴരുത്. കയ്യിൽ വീണ് പൊള്ളിയാൽ നല്ല പൊള്ളലായിരിക്കും. കാരണം അത്രയും പഞ്ചസാര അങ്ങനെ കാരമലായിട്ടിരിക്കുന്നതല്ലേ. അതപ്പം ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് വേണം, ഈ ഒരു കാര്യം വേണമെങ്കിൽ നേരത്തെ ചെയ്ത് വെക്കാം കേട്ടോ. തലേ ദിവസം വേണമെങ്കിലും ചെയ്ത് വെക്കാം. ഇതപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഇളകി ഇങ്ങ് പോകുന്നുള്ളൂ. അതൊന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിന് ഫില്ലിങ്ങിന് വേണ്ടത് കുറച്ച് മാത്രം ഞാൻ ക്രഷ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. കുറേശ്ശായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്.
ഇപ്പം നമുക്ക് കേക്കിന് വേണ്ട ക്രീമും പ്രലൈനും ഷുഗർ സിറപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കേക്ക് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോയിലൊക്കെ നൂല് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് അങ്ങ് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നും ചെയ്ത് വെക്കരുത്. കേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ 1/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബേക്ക് ആയി കഴിയുമ്പോൾ നടുഭാഗം കുറച്ച് പൊങ്ങി പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ എടുക്കാവുള്ളേ. ഇപ്പോൾ ഇതാ നമ്മുടെ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്രീമാക്കി കൊടുക്കാണ്. നമുക്ക് ഫസ്റ്റ് ലെയർ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ലെയർ അത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് സാധാരണ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. ഈ പ്രാവശ്യം നടുക്കുന്ന് അങ്ങ് തുടങ്ങി കറക്കി കൊടുക്കുകയാണ്. എവിടെ നിന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സോക്ക് ആവണം കേട്ടോ കേക്ക്, എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. ക്രീം വെച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ലെയർ ഏറ്റവും അടിയിലത്തെ ലെയറാണ്, അത് വെച്ച് കൊടുക്കാം. അതും വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ആ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാണ്. നമ്മളിപ്പം ക്രീമൊക്കെ തേക്കുന്ന സമയത്ത് സൈഡിലേക്കൊക്കെ തെറിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ ഒരു ക്രം കോട്ട് പോലെ അങ്ങ് ഇരുന്നോളും. ക്രീം സൈഡിലും അങ്ങ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ പാലറ്റ് നൈഫ് കൊണ്ട് എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവലാക്കി എടുക്കാം. എല്ലായിടത്തോട്ടും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് സ്ക്രേപ്പർ വെച്ച് ഒന്ന് കറക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൈഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണേ. അതിപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം കൊണ്ട് തന്നെ, ഈ ക്രീം കൊണ്ട് തന്നെ ജസ്റ്റ് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. പ്രലൈൻ്റെ പീസസ് ഒന്ന് കുത്തി വെച്ച് കൊടുത്താലും മതി. ഞാനൊരു ചോക്ലേറ്റ് ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഫ്രീസറിൽ ഇരുന്നതാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് കട്ടിയാണ്. കുഴപ്പമില്ല, നമുക്ക് ചൂടാക്കുമ്പോഴത്തേക്ക് തീ വളരെ കുറച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർക്കുന്നത്. ഇതിപ്പം ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്താലും മതി. അത് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് മെൽറ്റാവും. ഇത് മതി. നമുക്കിതൊന്ന് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ വെക്കാം. ഇപ്പോൾ ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ 2-3 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു തിക്നെസ് ഒന്ന് കണക്കാക്കി എടുക്കാം. ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് നോസിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇതിപ്പം ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് അങ്ങ് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പൈപ്പിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതങ്ങ് ലൂസായിക്കോളും. അപ്പോൾ അതാവുന്ന വരെ ഞാൻ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലൊന്നും വെക്കണ്ട, നമ്മൾ ഗനാഷ് ഒഴിക്കുന്നൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഇത് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പ്രസ്, അത് കഴിഞ്ഞ് പിന്നെ 2, പിന്നെ 3, അങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അത് ഫുള്ളങ്ങ് ചെയ്തെടുക്കട്ടെ. ഇനി അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അത് നേരത്തെ ഫസ്റ്റ് ഇട്ട മുട്ടിൻ്റെ നേർക്ക് തന്നെ ഇപ്പോഴത്തും ഒരു പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കെയിൽ വെച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകും. അപ്പോൾ ഒരു വി ഷേപ്പിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. ഇപ്പുറത്തുള്ള ആ ഒരു ഡിസൈന് പാരലായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ലൈൻ കിട്ടും. ഇനി അത് ഇപ്പുറത്തെ സൈഡിൽ ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അപ്പുറത്തെ സൈഡിലും അങ്ങ് റൗണ്ട് ഷേപ്പിൽ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഒരു നോസിലാണ്. ഈ ഒരു നോസിൽ വെച്ച് ഫ്ലവർ വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി അങ്ങ് വരയ്ക്കുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും.
ഇനി ആ ഗ്യാപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തങ്ങ് പൊക്കി കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ ഡെക്കറേഷൻ. ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ പേൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് ആ പ്രലൈൻ ചെയ്ത് വെച്ചത് പൊടിക്കാത്ത ബാക്കിയുള്ള പീസസ് ഉണ്ടല്ലോ, അതിങ്ങനെ പല പല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ആയിട്ടങ്ങ് വെച്ച് കൊടുക്കാം. അത് ഫുള്ളായിട്ടങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിൽ ആ വെള്ള കാണുന്ന തരത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള പ്രളയിന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അത് പൊടിച്ചിട്ട് നമുക്ക് സൈഡിലിട്ട് കൊടുക്കാം. ആ ബോർഡിന്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടിട്ട് പതുക്കെ അങ്ങ് കൈ കൊണ്ട് തന്നെ അങ്ങ് അമർത്തി കൊടുക്കുകയാണേ. ഇത് ഇപ്പുറത്തുള്ള ആ ഒരു ഡിസൈനിൽ ഗോൾഡൻ പേൾസ് ചെറുത് വെച്ച് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. മോളാണ് ഈ ഒരു ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത് ന്യൂസിൽ വെച്ചിട്ട്. സൈഡിലുള്ളത് അങ്ങ് താഴെ വരെ ചെയ്തതുകൊണ്ട് ഒരു സ്കേർട്ട് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ഭംഗിയുണ്ട് കേട്ടോ, പ്രത്യേക ഒരു ഭംഗി കാണാനായിട്ട്. ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ. ഫ്രിഡ്ജിൽ വെക്കുമ്പം ഇതിന്റെ മുകളിലുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ കുറച്ചൊരു തിക്കാവുക, ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ മുറിക്കുമ്പം കത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മുറിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, ഇപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, സോഫ്റ്റായിട്ട് അങ്ങ് ഇറങ്ങി പോകണുണ്ട് കേക്കിലേക്ക്. ഞാനൊരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുത്തത്. നല്ല ജ്യൂസി ആയിരിക്കുന്ന കേക്കാണ്. കഴിക്കട്ടെ. എന്താ പറയാ, ആ ഒരു ക്രീം അസാധ്യ ടേസ്റ്റ് ആട്ടോ. മെറി ബോയിന്റെ ഒക്കെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം അതേ ടേസ്റ്റ് ഉണ്ട് ആ ക്രീമിന്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ അതിന്റെ കൂടെ ചോക്ലേറ്റും കൂടെ വരുമ്പം ചോക്ലേറ്റിന്റെയും രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറെ കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ ടേസ്റ്റ് അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ഇല്ലാണ്ടും ചെയ്തിട്ടുണ്ട്, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാനിപ്പം ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു തരത്തിൽ ചെയ്താൽ ഇഷ്ടപ്പെടും. എന്തായാലും ഈ ക്രീം അപാര ടേസ്റ്റ് ആട്ടോ. പിന്നെ കേക്ക് ആണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ശരിക്കും ഇന്ന് കഴിക്കുന്നതിലും നല്ലത് നാളെ നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ക്രീം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇന്നലെ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഒരുപാട് പേര് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.